വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. അത് ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് സോയാബീനാണ്. അപ്പോൾ സോയാബീൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. സോയാബീൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുക്കണം. 3-4 മണിക്കൂറെങ്കിലും കുതിർത്തെടുത്ത സോയാബീൻ നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രം തന്നെ അടുപ്പിൽ വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൽ സോയാബീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് കുക്കായിട്ടും വരും. ആ സമയത്ത് തന്നെ അതൊന്ന് ഫ്രൈ ആയിട്ടും കിട്ടും. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കടായിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ആ കടായിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, കുറച്ച് അവാശി ഇത്ര ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഉള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഉള്ളി നല്ലപോലെ വാടി കിട്ടണം. ആ സമയത്ത് ഇതിലേക്ക് വേണ്ടുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 10 പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിട്ട് കൊടുക്കാം. ബിരിയാണിക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പേസ്റ്റ് ആക്കി ഇടുന്നതിലും നല്ലത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നതാണ്. ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വാട്ടിയെടുക്കണം. എനിക്കിവിടെ അധികം വാടാത്ത സൈസിലുള്ള ആ ഒരു തക്കാളിയാണ് കിട്ടിയത്. അതുകൊണ്ട് അങ്ങനെ വാടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീൻ ഇട്ട് കൊടുത്താൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അത് ചേർത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. വേറെ നമ്മളിതിൽ പുളിപ്പിന് തൈരൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മസാല റെഡിയായി. ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൽ മല്ലിയിലയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. 1 കപ്പ് അരി എടുക്കുമ്പോൾ 1.5 കപ്പ് വെള്ളം, ആ അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് 1 മണിക്കൂർ മുന്നെങ്കിലും അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ചോറുണ്ടാക്കാൻ എടുക്കുന്ന സമയത്തൊന്ന് അരിപ്പയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഓയിലും ഗീയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ആ എണ്ണ തന്നെയാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അരി ഇട്ട് കൊടുത്തിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്താണ് ഫ്ലെയിം കുറച്ച് കൊടുക്കേണ്ടത്. അതുവരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ആ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. പിന്നെ ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ ഗീ റൈസ് റെഡിയായി. ചോറ് ദം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മസാലയും നല്ല ചൂടുണ്ടായിരിക്കണം. ചോറും നമ്മൾ ചൂടോടുകൂടി തന്നെ ദം ചെയ്യണം, അല്ലെങ്കിൽ
ചോറുണ്ടാക്കി വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ദമ്മിടുന്ന അതത്ര ദമ്മ് ശരിയാവില്ല. അപ്പം ചെറിയ ഫ്ലെയിമിൽ മസാല ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ചോറുണ്ടാക്കുന്ന സമയത്ത്. രണ്ടും മിക്സായിട്ട് ഒരേ സമയത്ത് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ദം ചെയ്യുന്ന സമയത്ത് മസാല ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. മുഴുവൻ ചോറും മസാലൻ്റെ മേലെ കോരി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മേലിൽ കുറച്ച് കളർ ഒന്ന് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാലിൽ നമ്മൾ മഞ്ഞളും അതുപോലെ തന്നെ കളർ എന്തെങ്കിലും മിക്സ് ചെയ്യുന്നതാണെങ്കിൽ നല്ലൊരു യെല്ലോ കളർ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പാലിൽ കലക്കിയെടുക്കാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ മേലേൽ ഉള്ളിയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മല്ലിയിലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് ഒരു ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ദമ്മ് മാറ്റി കൊടുക്കുന്നത്. ചോറ് വേറെ മസാല വേറെ ആക്കി എടുക്കണം. അപ്പോൾ ചോറെല്ലാം മുഴുവനും കോരിയെടുക്കുക. അതിനുശേഷം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോറും അതുപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ ആ മസാല ദമ്മായ ചോറും അല്ലാത്ത ചോറും റൈസും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അപ്പം ചോറും മിക്സ് ചെയ്ത് കൊടുക്കണം, മസാലയും മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ആ കുരുവൊന്നും ഇല്ലാണ്ട് ഒഴിച്ചാൽ ചോറ് ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ ചോറിന് നല്ലൊരു കളറും ഉണ്ടാവും. അപ്പോൾ അത് ഒഴിക്കാൻ ശ്രമിക്കുക. ചെറുനാരങ്ങൻ്റെ ജ്യൂസ് എടുത്തിട്ട് ചോറ് വെക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചോറ് റെഡിയായി. നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ സാധാരണ നോൺ വെജ് ബിരിയാണിയെല്ലാം കഴിക്കുന്ന ആ ടേസ്റ്റ് തന്നെ ഉണ്ട്. മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സോയാബീൻ വീട്ടിലുണ്ടെങ്കിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നല്ലൊരു സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാം. കുട്ടികൾക്കെല്ലാം പൊതുവേ ഈ സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അവർ ഭക്ഷണം നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. സൈഡായിട്ട് നമുക്ക് അച്ചാറും സലാഡും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.